8/2/2025 നടന്ന PSC 10th പ്രിലിമിനറി എക്സാമിനേഷൻ്റെ 4ാം ഘട്ടത്തിലെ ചോദ്യം, ഗണിതവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 3 × 2 ഹരിക്കണം 2 കുറക്കണം 4 കൂട്ടണം 5 ഗുണിക്കണം 2 ഇതിൻ്റെ വില എത്ര എന്നുള്ളതാണ്. അപ്പോൾ ഇതാ ബോട്ട് മാസ് എന്ന് പറഞ്ഞ തത്വം ഉപയോഗിച്ച് ചെയ്യേണ്ട കണക്കാണ്. അതായത് ഇപ്പം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റിലേക്ക് ചെയ്യുക, പിന്നെ ഓഫ് അല്ലെങ്കിൽ ഉടയിൽ ഇൻഡ് എന്ന രൂപത്തിലുണ്ടെങ്കിൽ അത്, പിന്നെ ഹരിക്കണം, പിന്നെ ഗുണനം, പിന്നെ സങ്കലനം, പിന്നെ വ്യവകലനം, ഈ രീതിയിലുള്ള ഒരു ക്രമത്തിലാണ് ചെയ്യേണ്ടത്. ഇവിടെ ഹരണമുണ്ട്, ഗുണനമുണ്ട്, കൂട്ടൽ, കുറക്കൽ, ഈ 4 ഓപ്പറേഷൻസ് 4 ക്രിയകളാണ് ഉള്ളത്. അപ്പോൾ അതിൽ ആദ്യം ഹരണക്രിയ ചെയ്യണം. അപ്പോൾ ഇവിടെ 2 ഹരിക്കണം 2 ഇവിടെയുണ്ട്. അപ്പോൾ ഇതിന് വില 1 എന്ന് കൊടുക്കണം. അതുപോലെ ഇവിടെ 5 ഗുണിക്കാൻ 2 അവിടെ 10 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ 3 ഗുണിക്കണം 2 ഹരിക്കണം 2 അതിൻ്റെ വില 1 ആണ്. കുറക്കണം 4 കൂട്ടണം 5 ഗുണിക്കാൻ 2 10 20 വരും. ഇവിടെ വീണ്ടും 3 ഗുണിക്കണം 1 3 ഉണ്ട്. അപ്പോൾ 3 കുറക്കണം 4 കൂട്ടണം 10 എന്ന രൂപത്തിലാണ് വരിക. അടുത്തത് കൂട്ടലാണ് ചെയ്യേണ്ടത്. 3ഉം 10ഉം കൂട്ടാനുണ്ട്, അത് കൂട്ടിയാൽ 13 ആയിരിക്കും. പിന്നെ ഒരു കുറക്കണം 4 ഉണ്ട്, 13 4 കുറച്ചാൽ 9. ആദ്യം ഹരണക്രിയ ചെയ്തു, ഗുണനം ചെയ്തു, പിന്നെ കൂട്ടൽ, പിന്നെ കുറക്കൽ, ഈ 4 രൂപത്തിലുള്ള ക്രിയ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആൻസർ കിട്ടിയത് 9 ആണ്. അപ്പോൾ ഓപ്ഷൻ 9 എ എന്നതാണ് ശരിയായ ഉത്തരമായിട്ട് വരിക. രണ്ടാമത്തെ ചോദ്യം, 2/7 എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക? 2/7 എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക? അപ്പോൾ ഇതിന്റെ ഉത്തരം കാണാൻ എന്ത് ചെയ്യണം? 1ൽ നിന്ന് 2/7 കുറച്ചാൽ മതി. 2/7 എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക എന്നതിന് ഉത്തരം കാണാൻ വേണ്ടിയിട്ട് 1ൽ നിന്ന് 2/7 കുറക്കണം. അപ്പോൾ 1 കുറക്കണം 2/7 ഇതാണ് ഉത്തരമായിട്ട് വരിക. ഇത് എത്രയാണെന്ന് നോക്കാം. ഇവിടെ 2/7 ഛേദം 7 ആണ്. 1നെ നമുക്ക് ഛേദം 7 ആയിട്ട് എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ 7/7 എന്ന് എഴുതാം. 7/7 കുറക്കണം 2/7. 1നെ 7/7 എന്ന് എഴുതാം. അപ്പോൾ 7/7 കുറക്കണം 2/7. അപ്പോൾ ഇവിടെ 2നും ഛേദം ഒരേപോലെയായി. ഇങ്ങനെ ഒരേ ഛേദമുള്ള 2 ഭിന്നസംഖ്യ വ്യത്യാസം കാണാൻ വേണ്ടി അംശത്തിന്റെ വ്യത്യാസം കണ്ടുപിടിച്ച് അതേ ഛേദം എഴുതിയാൽ മതി. അപ്പോൾ 7ൽ നിന്ന് 2 കുറക്കുക, അതായത് 5 വരും. ബൈ അതേ ഛേദം 7 തന്നെയാണ്. അപ്പോൾ 5/7 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ ഡി 5/7 ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, സ്ക്വയർ റൂട്ട് ഓഫ് 0.01 ഗുണിക്കണം സ്ക്വയർ റൂട്ട് ഓഫ് 0.0025 എത്ര എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം റൂട്ട് ഓഫ് 0.01 എന്ന് പറഞ്ഞാൽ 0.01 വർഗമായി വരുന്നത് ഏത് സംഖ്യയുടേതാണ്? 0.01 ഏത് സംഖ്യയുടെ വർഗമായിട്ടാണ് വരിക എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കറിയാം 1ന്റെ വർഗമാണ് 1 വരിക. പക്ഷെ ഇവിടെ വർഗത്തിൽ 2 ദശാംശം കഴിഞ്ഞിട്ട് 2 അക്കം വരുന്നുണ്ട്. അപ്പോൾ വർഗമൂലത്തിൽ 1 ദശാംശം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 0.1 ആയിരിക്കും. റൂട്ട് ഓഫ് 0.01ന്റെ വർഗമൂലം 0.1 ആയിരിക്കും. ഗുണിക്കണം സ്ക്വയർ റൂട്ട് ഓഫ് 0.0025 ഏത് സംഖ്യയുടെ വർഗമാണ് 0.0025 എന്ന് നോക്കിയാൽ മതി. അപ്പോൾ 25 വർഗമൂലം 5 ആണ്. ഇവിടെ ദശാംശത്തിന് 4 അക്കം വരുന്നത് കൊണ്ട് വർഗമൂലത്തിൽ 2 അക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 0.05 ആയിരിക്കും വരിക. അപ്പോൾ 0.1 ഗുണിക്കണം 0.05 ആയിരിക്കും ഇതിൻ്റെ റൂട്ട് ഓഫ് 0.01 റൂട്ട് ഓഫ് 0.0025 ഗുണിച്ചാൽ. അപ്പോൾ എന്താ കിട്ടുക നമുക്ക് ഇവിടെ ദശാംശം ഒഴിവാക്കിയ 1 ആണ്. ഇവിടെ ദശാംശം ഒഴിവാക്കിയാൽ 5 കിട്ടും. 1ഉം 5ഉം ഗുണിച്ചാൽ 5. ഇവിടെ ദശാംശം ഒരക്കമുണ്ട്, ഇവിടെ ദശാംശം 2 അക്കമുണ്ട്. അപ്പോൾ ഗുണനത്തിൽ 3 അക്കം വരണം. അപ്പോൾ 0.0005 അല്ലെങ്കിൽ 0.005 എന്ന് കിട്ടും. ഓപ്ഷൻ ടി ഇതാണ് ശരിയായിട്ട് വരുന്നത്. നാലാമത്തെ ചോദ്യം, 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 621 തുക 50 ഈ ഓരോ ഒറ്റ സംഖ്യയുടെയും തൊട്ടടുത്ത ഒറ്റ സംഖ്യയുടെ ഗുണനഫലം എത്രയാണ് എന്നുള്ളതാണ്. 2 ഒറ്റ സംഖ്യയുടെ ഗുണനഫലം 621 തുക 50. ഇവിടെ നമുക്ക്
രണ്ട് ഒറ്റസംഖ്യയുടെ ഗുണനഫലം ഗുണിച്ചാൽ 621 എന്നും അവ കൂട്ടിയാൽ 50 ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള രണ്ട് സംഖ്യയാണ് ആദ്യം കണ്ടെത്തേണ്ടത്. അതിനുള്ള വഴി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 621 നമുക്കൊന്ന് ഘടകങ്ങളാക്കി നോക്കാം. 621 ഘടകങ്ങളാക്കി എന്തായിട്ട് നോക്കാം. 621 നമുക്ക് 6 2 8 9 9 ആയതുകൊണ്ട് തന്നെ 9 കൊണ്ട് ഗുണിക്കാം. 9 ഇതിന്റെ ഘടകമാണ്. അതുകൊണ്ട് തന്നെ 3 അതിന്റെ ഘടകമായിരിക്കും. അത് 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 3 4 2 പ്രാവശ്യം പോകും. 2 3 പോകില്ല 0. വീണ്ടും 3 21 7 പ്രാവശ്യം പോകും. വീണ്ടും 207 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 6 3 18 9 3 27 69 കിട്ടും. വീണ്ടും 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 2 3 6 3 9 23 എന്നൊരു അഭാജ്യ സംഖ്യയാണ്. നമുക്കതുകൊണ്ട് ഇതിനെ അങ്ങോട്ട് ഹരിക്കാൻ കഴിയില്ല. അപ്പോൾ 601 ഘടകങ്ങളാക്കി അതിന്റെ ഘടകങ്ങൾ ഇങ്ങനെയാണ്. 3 ഗുണിക്കണം 3 ഗുണിക്കണം 3 ഗുണിക്കണം 23 എന്ന് വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പല രീതിയിൽ ഇപ്പോൾ 3 3 9 ഇത് 9 ഇൻറ്റു 3 ഇൻറ്റു 23 69. അപ്പോൾ 9 ഇൻറ്റു 69 എന്നോ അല്ലെങ്കിൽ 27 ഇൻറ്റു 23 അങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് തുക 50 എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ 3 ഇൻറ്റു 3 ഇൻറ്റു 3 അതായത് 27 ഗുണിക്കണം 23 ഇതിനെ മാറ്റി എഴുതാൻ പറ്റും. 27 ഗുണിക്കണം 21. അപ്പോൾ നോക്കൂ 27 23 കൂട്ടി എന്തായി 50 ആയി. അപ്പോൾ നമുക്ക് 621 രണ്ട് ഒറ്റ സംഖ്യയുടെ ഗുണനഫലമായിട്ട് എഴുതാൻ പറ്റും. 27 23 അവയുടെ തുക എത്രയാണ് 50 ആണ്. അപ്പോൾ സംഖ്യ 27 23 മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം? തൊട്ടടുത്ത ഒറ്റ സംഖ്യയുടെ ഗുണനഫലം എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം 27 തൊട്ടടുത്ത ഒറ്റ സംഖ്യ 27 2 29 ആണ്. 29 ഗുണിക്കണം 23 ശേഷമുള്ള തൊട്ടടുത്ത ഒറ്റ സംഖ്യ 25 ആണ്. 25. അപ്പോൾ 29 25 എത്രയാണ് നമുക്ക് ഈ ചോദ്യപ്രകാരം കണ്ടെത്തേണ്ടത്. നമുക്ക് 29 25 കാണാൻ വേണ്ടിയിട്ട് 30 25 ഗുണിക്കുവാണെങ്കിൽ നമുക്ക് 750 കിട്ടും. അപ്പോൾ 29 25 ആകുമ്പോൾ ഒരു 25 കുറച്ചാണ്. 750 25 കുറച്ചാൽ 725 നേട്ടം. ഇതാണ് ഗുണിച്ചാൽ കിട്ടുക. അപ്പോൾ ഇവിടെ 725 ഓപ്ഷൻ ബി വരുന്നുണ്ട്. പി 725 ശരിയായ ഉത്തരമായിട്ട് വരിക. അഞ്ചാമത്തെ ചോദ്യം 122 ഗുണിക്കണം 41 സമം 5002 ആയാൽ 1.222 ഗുണിക്കണം 41 സമം എത്ര എന്നുള്ളതാണ്. നമുക്കിവിടെ 122 ഗുണിക്കണം 41 5002 ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1.22 ഇൻറ്റു 41 ഇതാണ് 1.22 ഗുണിക്കണം 41 കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു ദശാംശം ഒഴിവാക്കിയാൽ 122 ഗുണിക്കണം 41 52 വരും. ഇവിടെ ദശാംശം രണ്ടക്കമുള്ളത്. രണ്ടക്കം മൊത്തത്തിൽ രണ്ടക്കേ ഉള്ളൂ. അപ്പോൾ രണ്ടക്കം ഈ ഗുണനഫലത്തിലും കാണണം. അപ്പോൾ പോയിന്റ് ഇവിടെ ആകുമ്പോൾ ഒരു ദശാംശം വരുന്നുള്ളൂ. ഇവിടെ ആകുമ്പോൾ ഒരു ദശാംശം 50.02 എന്ന് വരും. 50.02 സി 50.02. അടുത്ത ചോദ്യം 5 സംഖ്യകളുടെ ശരാശരി 51 ആണ്. അതിൽ ചെറിയ സംഖ്യ ഏതെന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം ചെറിയൊരു അപാകതയുണ്ട്. 5 സംഖ്യയുടെ ശരാശരി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. 5 എണ്ണസംഖ്യയുടെ തുടർച്ചയായ എണ്ണസംഖ്യയുടെ ശരാശരി 51 അങ്ങനെ മറ്റേ തെളിവായിരുന്നു. അപ്പോൾ നമുക്കിത് വെച്ചൊന്ന് ചെയ്തു നോക്കാം. 51 5 സംഖ്യയുടെ ശരാശരി 51 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നടുക്കത്തെ സംഖ്യ 51 ആയിരിക്കും എന്നുള്ളതാണ്. ശരാശരി എന്ന് പറയുമ്പോൾ എപ്പോഴും ആ തുടർച്ചയായ സംഖ്യകളാണെങ്കിൽ അതിന്റെ ശരാശരി എന്ന് പറയുന്നത് നടുക്കത്തെ സംഖ്യ ആയിരിക്കും. അപ്പോൾ 51 നടുക്ക് വരുന്നത്. അപ്പോൾ ഇതിന്റെ വലതുഭാഗത്ത് ഇടതുഭാഗത്ത് വരുന്ന സംഖ്യ നോക്കുന്നത് 51 ആണെങ്കിൽ ഇതിന്റെ ഇടതുഭാഗത്ത് വരുന്നത് 50 ആയിരിക്കും. ഇതിന്റെ വലതുഭാഗത്ത് വരുന്നത് 52 വരും. വീണ്ടും 50 ഇടതുഭാഗത്ത് 49 വരും. 50ന്റെ വലതുഭാഗത്ത് 53 വരും. അപ്പോൾ തുടർച്ചയായ എണ്ണസംഖ്യയായി നടുക്കത്തെ സംഖ്യ 51. ശരാശരി 51 ആയതുകൊണ്ട് നടുക്കത്തെ സംഖ്യ 51 എടുക്കാം. തുടർച്ചയായ 5 എണ്ണസംഖ്യയിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ 49 50 51 52 53. ഇവിടെ ശരാശരി 51 നടുക്കത്തെ സംഖ്യ 51 തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുതായിട്ട് വരുന്നത് ഏറ്റവും ഇടതുഭാഗത്തുള്ള 49 ആണ്. അപ്പോൾ 49 ശരിയായ ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണം ഉണ്ട്. അപ്പോൾ 5 അക്കമുള്ള ആദ്യത്തെ സംഖ്യ ഏതാണ്, 5 അക്കമുള്ള അവസാനത്തെ സംഖ്യ ഏതാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണം കണക്കാക്കാൻ വേണ്ടി പറ്റും. 5 അക്കമുള്ള സംഖ്യ ഏതാണ്? ആദ്യത്തെ സംഖ്യ 1 4 0. ഇപ്പോൾ അത്രയായി 5 അക്കമായി.
അപ്പോൾ ഇത് 10,000 ആണ്. 5 അക്കമുള്ള ആദ്യ സംഖ്യ 10,000 അവസാനത്തെ സംഖ്യ അതിലേക്കും 99,999 ആയിരിക്കും. ആദ്യത്തേത് 10,000 അവസാനത്തേത് 99,999. അത് എണ്ണം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 99,999 നിന്ന് ഈ 10,000 കുറച്ചിട്ട് ഒന്ന് കൂട്ടിയാൽ മതിയാവും. അപ്പോൾ എത്ര കിട്ടാം നമുക്ക്? 99,999 നിന്ന് 10,000 കുറക്കണം. അപ്പോൾ നമുക്ക് 9 9 9 9 8 കിട്ടും. 89,999. അതിനോടൊരു ഒന്നുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 0 0 0 0 9 90,000 കിട്ടും. അപ്പോൾ 10,000 മുതൽ 99,999 വരെ 90,000 സംഖ്യകൾ ഉണ്ടാവും. അവസാന സംഖ്യയിൽ നിന്ന് ആദ്യ സംഖ്യ കുറച്ചിട്ട് ഒന്നുകൂടി കൂട്ടണം, എന്നാൽ മാത്രമേ എണ്ണം കിട്ടുള്ളൂ. അപ്പോൾ 90,000 ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഓപ്ഷൻ എ 90,000 എന്നാണ് ശരിയായ ഉത്തരമായി വരിക. അടുത്ത ചോദ്യം, -1/3, -2/9, -4/3 എന്നീ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതിയത് ഏത് എന്നുള്ളതാണ്. അതായത് ഈ 3 സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതിയത് ഈ 4 ഓപ്ഷനിൽ ഏതാണ് ശരിയായത് എന്നാണ് കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ നെഗറ്റീവ് ഒഴിവാക്കിയിട്ട് -1/3, -2/9, -4/3 നെഗറ്റീവ് ഒന്ന് ഒഴിവാക്കിയിട്ട് സംഖ്യ നോക്കാം. 1/3, 2/9, 4/3. ഇപ്പൊ പരിഗണിച്ചാൽ ഇവ ഏതാണ് ഏറ്റവും ചെറുത്, ഏതാണ് വലുത്, ഏതാണ് ഏറ്റവും വലിയ എന്ന രൂപത്തിൽ കണ്ടെത്താൻ നോക്കാം. ഇവിടെ 2/9 ഛേദം 9 ആണ്. ഏതാണ് ഏറ്റവും വലിയ ഛേദം? ഈ 3 3 എന്ന 2 ഛേദങ്ങളെ 9ലേക്ക് മാറ്റാം. നമുക്ക് 3നെ 9 ആക്കാൻ വേണ്ടി 3 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ ഇവിടെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ അംശത്തെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 1/3 എന്നത് 1 3 3 ബൈ 3 9 ആയിട്ട് മാറും. അപ്പോൾ 1/3 തുല്യമായിട്ടുള്ള ഒരു ഭിന്നസംഖ്യയാണ് 3/9. 2/9 അതുപോലെ തന്നെ നോക്കുക. 2/9. 4/3 ഇവിടെ 9 ആക്കാൻ വേണ്ടിയിട്ട് 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ 3 ഗുണിച്ചാൽ 4 3 12 12/9 എന്നായിട്ട് മാറും. അപ്പൊ ഇതിൽ ഏതാ ഈ 3/9, 2/9, 12/9 ഏതാ വലുത് എന്ന് നോക്കാം നമുക്ക്. അതിനുള്ള വഴി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരേ ഛേദമായതുകൊണ്ട് ഏതാണോ അംശം വലുത് അതായിരിക്കും ഏറ്റവും വലിയ സംഖ്യ വരിക. ഏതാണോ അംശം ചെറുത് അതാണ് ഏറ്റവും ചെറുതായിട്ട് വരിക. അപ്പോൾ ഇവിടെ ചെറുതെന്ന് വലുതിലേക്ക് എന്ന രൂപത്തിൽ എഴുതുകയാണെങ്കിൽ 2/9 ഇതാണ് ഏറ്റവും ചെറുത് വരിക. അതിനേക്കാൾ വലുതാണ് 3/9. അതിനേക്കാൾ വലുതാണ് 12/9 എന്ന രൂപത്തിൽ വരിക. 2/9 ഏറ്റവും ചെറുത്, 3/9 അതിനേക്കാൾ ചെറുതാണ് 12/9. അപ്പോ ഇത് ഏറ്റവും ചെറുതും ഇത് ഏറ്റവും വലുതാണ്. നെഗറ്റീവ് സംഖ്യ കൊടുക്കുമ്പോൾ നെഗറ്റീവായിട്ട് വരുന്ന സമയത്ത് നേരെ ഇതിന്റെ റിവേഴ്സാണ് വരിക. ഉദാഹരണം ഇപ്പം 2 3 5 ഇത് ആരോഹണ ക്രമത്തിലാണ്, ചെറുതെന്ന് വലുതിലേക്കാണ് എഴുതിയിരിക്കുന്നത്. ഇത് നെഗറ്റീവ് സംഖ്യ കൊടുക്കുമ്പോൾ -2, -3, -5 എന്ന് വരിക. അപ്പോൾ ഇത് എന്തായിട്ട് മാറി? -2 ഏറ്റവും വലുതും -5 ഏറ്റവും ചെറുതുമായിട്ട് വരിക. അപ്പോൾ ഇവിടെ ആരോടൊക്കെ എഴുതുമ്പോൾ -5 അതിനേക്കാൾ വലുതാണ് -3, ഏറ്റവും വലുതാണ് -2 എന്നായിട്ട് വരിക. നെഗറ്റീവ് കൊടുക്കുമ്പോൾ നേരെ തിരിച്ചു വരണം. അപ്പോൾ 2/9 ചെറുതാണ്, 3/9 ചെറുതാണ്, 12/9. നെഗറ്റീവ് സംഖ്യ എടുക്കുമ്പോൾ -12/9 ഏറ്റവും ചെറുത്, അതിനേക്കാൾ കുറച്ചുകൂടി വലുത് 3/9, ഏറ്റവും വലുത് 2/9 എന്ന രൂപത്തിൽ -3/9 -2/9 ആയിരിക്കും വരിക. ഇനി -12/9 ഏത് തുല്യമായിട്ട് വരിക? -4/3. അപ്പോൾ -4/3 ആദ്യത്തെ വരും. -3/9 -1/3 ആണ്. -1/3 പിന്നെ -2/9 -2/9 തന്നെ. അപ്പോൾ ഇതായിരിക്കും ആരോഹണ ക്രമത്തിൽ -4/3 -1/3 -2/9 ആരോഹണ ക്രമത്തിൽ വരിക. അപ്പോൾ ബി ഇതാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. 9ാമത്തെ ചോദ്യം, 3 പേന വാങ്ങിയാൽ 1 പേന വെറുതെ കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്നുള്ളതാണ്. അപ്പോൾ 3 പേന വാങ്ങിയാൽ 1 പേന വെറുതെ കിട്ടും എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? യഥാർത്ഥത്തിൽ കിട്ടുന്ന പേന എത്രയാണ്? 4 എണ്ണമാണ്. ഈ 4 എണ്ണത്തിൽ 1 ഫ്രീ. 3 പേന വാങ്ങിയാൽ 1 പേന കിട്ടുമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മൊത്തത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പേന എത്രയാണ്? 4 ആണ്. ആ 4ൽ 1 ഫ്രീ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നത്.
അപ്പോൾ 4/1 ഡിസ്കൗണ്ട്. 4 പേന വാങ്ങുമ്പോൾ 1 പേന ഫ്രീ എന്ന് പറയുമ്പോൾ 4/1 ഡിസ്കൗണ്ട്. അത് എത്ര ശതമാനം എന്ന് കാണും. ഡിസ്കൗണ്ട് ഈ ഭിന്നസംഖ്യ ശതമാനമാക്കാൻ വേണ്ടിയിട്ട് 100 കൊണ്ട് ഗുണിച്ചിട്ട് ശതമാനം എന്ത് ചെയ്യും ചേർത്താൽ മതിയാവും. ഭിന്നസംഖ്യ ഏത് ഭിന്നസംഖ്യ ദശാംശസംഖ്യ ആയാലും അതിനെ ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കുക, ശതമാനം എന്ത് ചെയ്യും ചേർക്കുക. അപ്പോൾ 1/4 ഗുണിക്കണം 100, 4 100 25 പ്രാവശ്യം പോകും. 25 25, അപ്പോൾ 25% കിട്ടും. അപ്പോൾ 25%മാണ് ഡിസ്കൗണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി 25 എന്നാണ് ശരിയായിട്ട് വരിക. അടുത്ത ചോദ്യം, 3 വ്യത്യസ്ത റോഡ് ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം 30 സെക്കൻഡ്, 36 സെക്കൻഡ്, 48 സെക്കൻഡ് എന്നീ സെക്കൻഡുകൾ മാറുന്നു. രാവിലെ 7 മണിക്ക് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ അവ വീണ്ടും ഒരുമിച്ച് മാറുന്നത് ഏത് സമയത്താണ് എന്നുള്ളതാണ്. അപ്പോൾ യഥാക്രമം 30 സെക്കൻഡ്, 36 സെക്കൻഡ്, 48 സെക്കൻഡിലാണ് ഈ ലൈറ്റുകൾ മാറുന്നത്. ഒരേ സമയം മാറിയത് രാവിലെ 7 മണിക്കാണെങ്കിൽ എത്ര മിനിറ്റിന് ശേഷം, ഇവിടെ എല്ലാം മിനിറ്റ് ആയിരിക്കും, എത്ര മിനിറ്റിന് ശേഷമാണ് ഈ ട്രാഫിക് ലൈറ്റുകൾ ഒരേ സമയത്ത് മാറുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് നമുക്ക് ലസാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 30, 36, 48 ലസാവ് കണ്ടുപിടിച്ച് നോക്കാം. 30, 36, 48 അവയുടെ പൊതുഗുണിതങ്ങളിൽ ഏറ്റവും ചെറിയ ഏതാണ് കണ്ടെത്തുകയാണ്. അതാണ് ചെയ്യുന്നത്. 30, 36, 48 ഇതെല്ലാം 3 കൊണ്ട് ഹരിക്കാവുന്നതാണ്. അപ്പോൾ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ആദ്യം 2 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഹരിക്കുമ്പോൾ 15 2 30, 18 2 36, 24 2 48. 15 18 24 പോകുന്ന സംഖ്യ പൊതുവായിട്ട് 3 ആണ്. 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 5 3 15, 6 3 18, 8 3 24. 6 8 പോകുന്ന സംഖ്യ ഉണ്ട്. 2 പോകുന്ന സംഖ്യ ഉണ്ടെങ്കിൽ ഹരിക്കണം വീണ്ടും. 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 2 5 പോകില്ല, 5 തന്നെ. 2 6 3 പ്രാവശ്യം, 8 4 പ്രാവശ്യം. അപ്പോൾ 2 3 2 5 3 4 എന്ത് ഇവയുടെ ഗുണനഫലം കണ്ടെത്തിയാൽ മതിയാവും. 2 × 3 × 2 × 5 × 3 × 4. അപ്പോൾ 2 3 6, 6 2 12, 12 × 5 60, 60 × 12, 3 4 12, 60 × 12 720 കിട്ടും. അപ്പോൾ 720 മിനിറ്റിന് 720 സെക്കൻഡ്, 720 സെക്കൻഡ് ആയിരിക്കും ഇതിൽ ലസാവായിട്ട് വരുന്നത്. അപ്പോൾ 720 സെക്കൻഡ് എന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, മിനിറ്റിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, 60 കൊണ്ട് ഹരിക്കുക. 760 പ്രാവശ്യം പോകും. 1 0 1 0 അങ്ങോട്ട് പോകും. 72/6, 1 6, ബാക്കി 1 12 2 6 12 12 കിട്ടും. 12 മിനിറ്റ് 720 സെക്കൻഡാണ് കിട്ടിയിരിക്കുന്നത്. 30 36 48 എന്നിവയുടെ ലസാവായിട്ട് വരുന്നത് 720 അത് സെക്കൻഡിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിനെ മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ 60 കൊണ്ട് ഹരിക്കണം. ഇപ്പോൾ 12 മിനിറ്റ് എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 12 മിനിറ്റിന് ശേഷം എന്നാണ് ശരിയായിട്ട് വരിക. 11ാമത്തെ ചോദ്യം ഇതാണ്. 4/3 ഹരിക്കണം 4 കൂട്ടണം 2/3 വില കാണുക എന്നുള്ളതാണ്. 4/3 ഹരിക്കണം 4 ഈ ഹരിക്കുക എന്ന് പറയുന്നത് ഏതുകൊണ്ടാണ് ഹരിക്കുന്നതിന് വിൽക്കം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് 4/3 ഹരിക്കുക എന്ന് ഗുണിക്കുക എന്ന് എടുക്കുമ്പോൾ 4 എന്താവും, 1/4 വിൽക്കണമാണ് 1/4 പ്ലസ് 2/3 എന്നായിട്ട് മാറും. ഇവിടെ 4/3 1/4 ഗുണിക്കാൻ ഈ 4 ഒരു പ്രാവശ്യം പോകും. 1 × 1 1/3 കിട്ടും. 1/3 പ്ലസ് 2/3 എന്നായിട്ട് മാറും. അപ്പോൾ ഇവിടെ 3 3 ഒരേ ഛേദമാണ്. ഒരേ ഛേദമുള്ള ഭിന്നസംഖ്യ കൂട്ടുമ്പോൾ അംശങ്ങൾ തമ്മിൽ കൂട്ടി അതേ ഛേദം എഴുതുക. അപ്പോൾ 1 + 2/3 എന്ന് വരും. അതായത് 1 2 3 3/3 3നെ 3 എന്ന് വെച്ചാൽ 1 എന്നായിട്ട് മാറും. അപ്പോൾ ഇവിടെ ഇത്രയും ചെയ്തിട്ട് ഈ ഹരിക്കുക എന്നതിനെ ഗുണിക്കുക എന്നത് മാറ്റുക, അത്രയേ ഉള്ളൂ. 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1/4 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പോൾ 4/3 ഗുണിക്കണം 1/4 ഇത് കണക്കാക്കിയ ഇത് 1/3 ആയിരിക്കും. അതിനോട് 2/3 കൂട്ടുക. ഒരേ ഛേദമായതുകൊണ്ട് അംശങ്ങൾ തമ്മിൽ കൂട്ടി അതേ ഛേദം എഴുതുക. അപ്പോൾ 3/3 അതായത് 1 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ എ 1 ശരിയായി. അടുത്ത ചോദ്യം, മയൂഖ ഒരു വരിയിൽ പിന്നിൽ നിന്നും 15ാമതും മുന്നിൽ നിന്ന് 16ാമത് നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെയാണ് മയൂഖ സ്ഥാനം എന്ന് വിചാരിക്കുക. മയൂഖ സ്ഥിതി ചെയ്യുന്ന സ്ഥാനം ഇവിടെയാണ്. ആദ്യം പറയുന്നത് പിന്നിൽ നിന്നും 15ാമത്. പിന്നിൽ നിന്നും 15ാമത് ഇവിടെയാണ്. ഇതാണ് പിൻഭാഗമെങ്കിൽ പിന്നിൽ നിന്ന് 15ാമത് പറയുമ്പോൾ ഈ മയൂഖ്
ഇനി താഴെയായിട്ട് എത്ര പേരുണ്ടാവും? 14 പേരുണ്ടാവും. അപ്പോൾ എങ്കിൽ മാത്രമേ 15ാമത് മയൂഖം വരുള്ളൂ. അതുപോലെ മുന്നിൽ നിന്ന് 16ാമത് മുന്നിൽ നിന്ന് 16ാമത് വരണമെങ്കിൽ 15 കുട്ടികൾ ഇവിടെ വരണം. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 15 കുട്ടികൾ വരണം. അപ്പോൾ ഇതാണ് മയൂഖ സ്ഥാനം. ഇതാണ് 16ാമതാണ് മയൂഖ വരിക. അപ്പോൾ ഇവിടെ 15 കുട്ടികളുണ്ട്, ഇവിടെ 14 കുട്ടികളുണ്ട്. അപ്പോൾ 15ഉം 14ഉം കൂട്ടിയാൽ 29ആയി. 29ഉം പിന്നെ മയൂഖിയും ഉൾപ്പെടെ 30 എണ്ണമാണ് ഉണ്ടാവുക. ഇനിയുള്ള എപ്പോഴുണ്ട് 15ഉം 16 തമ്മിൽ കൂട്ടിയിട്ട് ഒന്ന് കുറച്ചാൽ മതി. 15ഉം 14 കൂട്ടിയാൽ 31 കുറച്ചാൽ 30 എന്ന് കിട്ടും. ഓപ്ഷൻ ബി 30 ശരിയായിട്ട് വരിക. അടുത്ത ചോദ്യം 4, 10, 28, 82. അടുത്ത സംഖ്യ ഏതാന്നുള്ളതാണ്. 4, 10, 28, 82. അപ്പോൾ നമുക്ക് ഈ 4, 10 ഡിഫറൻസ് വ്യത്യാസം നോക്കാം. വ്യത്യാസം 4, 10ലേക്ക് 6 ആണ്. 10 28 വ്യത്യാസം 18 ആണ്. 28 82 വ്യത്യാസം എത്രയാ? 54 ആണ്. 4, 10, 28, 82 എന്നിവയുള്ള സംഖ്യകളുടെ വ്യത്യാസം നോക്കി. 4, 10ലേക്ക് 6 വ്യത്യാസം, 10 28 18 വ്യത്യാസം, 28 80 54 വ്യത്യാസം. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ 4നെ ഒരു 3 കൊണ്ട് ഗുണിച്ചതാണ് 18. ആ 18നെ ഒരു 3 കൊണ്ട് ഗുണിച്ചത് തന്നെയാണ് 54. അപ്പോൾ എന്താണ് ഈ വ്യത്യാസത്തെ 3 കൊണ്ട് ഗുണിച്ചതാണ് ഈ സംഖ്യ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് തീർച്ചയായിട്ടും ഈ 82 ശേഷം ഇവിടെ വരുന്ന ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന സംഖ്യയുടെ വ്യത്യാസം എന്ന് പറയുന്നത് 54 3 മടങ്ങായി. 54 3 മടങ്ങാകുമ്പോൾ 54 എടുക്കണം 3, 3 12 ബാക്കി 1, 5 3 15 16 162 ആയിരിക്കും. ഇവിടെ വ്യത്യാസം 162 വരിക. അപ്പോൾ 82ഉം ഈ 162ഉം കൂട്ടിയതായിരിക്കും അടുത്ത ഇവിടെ വരേണ്ടത്. അപ്പോൾ അതിനോട് 82 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 2 4 8 6 14 1 1 2 244 കിട്ടും. അപ്പോൾ അടുത്ത ഈ സംഖ്യ 254 ആയിരിക്കും. ഓപ്ഷൻ ഡി 254 ശരിയായിട്ട് വരിക. അടുത്തത് ശരിയായ രീതിയിൽ ക്രമീകരിച്ച് ഏതാന്നുള്ളതാണ്. ഇവിടെ ജില്ലാ, സംസ്ഥാനം, പഞ്ചായത്ത്, വീട്ടു നമ്പർ ഓരോ ക്രമത്തിൽ അല്ലെങ്കിൽ ക്രമീകരിച്ചത് ഏതാന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ജില്ല, സംസ്ഥാനം, പഞ്ചായത്ത്, വീട്ടു നമ്പർ ഇങ്ങനെയാണോ? അല്ലെ വീട്ടു നമ്പർ, സംസ്ഥാനം, ജില്ല, അതുപോലെ പഞ്ചായത്ത്. സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത്, വീട്ടു നമ്പർ, പഞ്ചായത്ത്, വീട്ടു നമ്പർ, സംസ്ഥാനം, ജില്ല ഇങ്ങനെയുള്ളത്. അപ്പോൾ ഇതിൽ സിയാ വരിക. സംസ്ഥാനം ആദ്യം സംസ്ഥാനം, പിന്നെ അത് കഴിഞ്ഞ് ജില്ല, ജില്ല കഴിഞ്ഞിട്ട് പഞ്ചായത്ത്, പഞ്ചായത്ത് കഴിഞ്ഞിട്ട് വീട്ടു നമ്പർ. അതാണ് അതിൻ്റെ ക്രമം വരിക. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ്. ഇവിടെ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ഓപ്ഷൻ സി ആണ്. 15ാമത്തെ ചോദ്യം ഓസ്കാർ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ബുക്കർ പ്രൈസ് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം. സാഹിത്യം, സാമൂഹിക പ്രവർത്തനം, സ്പോർട്സ്, ശാസ്ത്രം. നമുക്കറിയാം ബുക്കർ പ്രൈസ് സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഓപ്ഷൻ എ സാഹിത്യം എന്നാണ് ശരിയായിട്ട് വരുന്നത്. 16ാമത്തെ ചോദ്യം 10 സ്ക്വയർ 100 ആണ്. 100 തുല്യമാണ്. അപ്പോൾ 100 സ്ക്വയർ എത്ര എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ 100 സ്ക്വയർ നമുക്കറിയാം 100 200 ആണ്. 100 200 എന്ന് പറഞ്ഞാൽ എത്രയാ? 100 ഗുണിക്കണം 100 സമം 1 × 1 1 പിന്നെ ഇവിടെ 2 0 ഇവിടെ 2 0 മൊത്തത്തിൽ 4 0 വരും. 10,000. 100 200 10,000. അപ്പോൾ ബി 10,000 എന്നാണ് ശരിയായിട്ട് വരിക. 17ാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. വ്യത്യസ്തമായത് ഏതെന്നുള്ളതാണ്. ചതുരം, ത്രികോണം, സാമാന്തരികം, ലംബകം. ഇത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ ചതുരവും സാമാന്തരികവും ലംബമൊക്കെ 4 വശങ്ങളുള്ള ബഹുഭുജമാണ്. ഇപ്പോൾ ത്രികോണം എന്ന് പറയുന്നത് 3 വശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ വ്യത്യസ്തമായിട്ട് വരുന്നത് ത്രികോണമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ത്രികോണം എന്നാണ് ശരിയായിട്ട് വരിക. അടുത്ത ചോദ്യം മകളുടെ വയസ്സിന്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. 2 വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 40 ആയാൽ സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇവിടെ വേണമെങ്കിൽ ബീജഗണിത രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓപ്ഷൻ ഓരോന്നിടത്ത് പരിശോധിച്ചും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കൊന്ന് ഇത് ബീജഗണിത രീതിയിൽ ചെയ്ത് നോക്കാം. മകളുടെ വയസ്സിന്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. അപ്പോൾ മകൾക്ക് ഇപ്പോഴൊരു X വയസ്സാണെങ്കിൽ സുനിതയ്ക്ക് ഈ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അതിന്റെ 5 മടങ്ങ് വയസ്സായിരിക്കും. അപ്പോൾ 5x ആയിരിക്കും. മകൾക്ക് X വയസ്സെന്ന് കൊടുത്തു കഴിഞ്ഞാൽ സുനിതയ്ക്ക് 5x ആയിരിക്കും ഈ ആദ്യത്തെ പ്രസ്താവന പ്രകാരം. 2 വർഷം കഴിഞ്ഞാൽ 2 പേർക്ക് ഈ 2 വയസ്സ് കൂടും. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ
മകൾക്ക് x+2 വയസ്സായിരിക്കും. സുനിതയ്ക്ക് നേരം 5x+2 വയസ്സായിരിക്കും. 2 വർഷം കഴിഞ്ഞ് രണ്ടുപേരുടെ വയസ്സുകളുടെ തുക 40 എന്ന് പറയുന്നത് ഈ 2 വയസ്സും കൂടി കൂട്ടി കഴിഞ്ഞാൽ 40 കിട്ടും. അപ്പൊ ഈ അടുത്ത പ്രസ്ഥാന പ്രകാരം x+2 പ്ലസ് 5x+2 എന്ന് പറയുന്നത് 40 തുല്യമാണ് എന്നാണ് അർത്ഥം. ഇവിടെ എക്സും 5x-ഉം x മീൻസ് 1x ആണ്. 1x-ഉം 5x-ഉം കൂടെ 6x വരും. 6x പ്ലസ് 2 കൂട്ടിയ 4 സമം 40 എന്ന് വരും. 6x-നോട് 40 കൂട്ടിയപ്പോഴാണ് 40 കിട്ടുന്നത്. അപ്പോൾ 6x കാണാൻ വേണ്ടിയിട്ട് 40-ൽ നിന്ന് 4 കുറക്കണം. അതായത് 6x സമം 40-ന് 4 കുറച്ച് 36 കിട്ടും. 6x 36 ആയതുകൊണ്ട് x എന്ന് പറയുന്നത് 36 ഹരിക്കണം 6 ആയിരിക്കും. അതായത് 6 ആണ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ മകളുടെ ഇപ്പോഴത്തെ പ്രായം എക്സ്, അതാണ് 6. സുനിത 5x വയസ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 5 ഗുണിക്കണം എക്സ്, 5 ഗുണിക്കണം 6, അതാണ് സുനിതയുടെ വയസ്സ്. 5 6 30 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി 30 ആണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, CXB EVD GTF അടുത്തത് ഏതാന്നുള്ളതാണ്. ഈ 4 ഓപ്ഷൻ ഏതാണ് ശരി എന്നുള്ളത് എഴുതേണ്ടത്. നമുക്കൊന്നത് ആൽഫബറ്റ് ABCDEF അങ്ങനെ സെറ്റ് വരെ എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സി എന്ന് പറയുന്നത് ഇതിൽ ആദ്യത്തേത് മൂന്നാമത്തെ അക്ഷരമായിട്ടില്ല. മൂന്നാമത്തെ അക്ഷരം ABCDE എന്ന് പറയുമ്പോൾ 5ാമത്തെ അക്ഷരം വരും. ABCDE EFG അപ്പോൾ 7ാമത്തെ അക്ഷരം വരും. അപ്പോൾ ആദ്യത്തെ അക്ഷരം നോക്കുമ്പോൾ സി മൂന്നാമത്തേതും E 5ാമത്തേതും G 7ാമത്തേതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് 9ാമത്തെ അക്ഷരം വരിക. 9ാമത്തെ അക്ഷരം എന്തായാലും GH കഴിഞ്ഞപ്പോൾ I വരിക. I. ഈ 2ാമത്തെ അക്ഷരം പരിശോധിക്കുകയാണെങ്കിൽ എക്സ്. അപ്പോൾ ഐയിൽ തുടങ്ങുന്ന അക്ഷരം ഇതിന് 4 ചോയ്സിൽ ഐയിൽ തുടങ്ങുന്ന 2 ഉള്ളൂ, ബിയും സിയും മാത്രം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആദ്യത്തേതുമല്ല അവസാനത്തെയല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് 2 ഒഴിവാക്കാം. അടുത്ത നമുക്ക് എക്സ്, രണ്ടാമത് XVT ആണ്. എക്സ് എന്നത് നമുക്ക് എണ്ണി നോക്കിയാൽ സെറ്റ് കഴിഞ്ഞപ്പോൾ 24ാമത്തെ അക്ഷരം വരും. 24ാമത്തെ എക്സ് വരും. എക്സ് 24ാമത്തെ അക്ഷരം വരും. വി എന്നത് 22ാമത്തെ അക്ഷരം വരിക. ടി എന്ന് പറയുന്നത് 20ാമത്തെ അക്ഷരമായിട്ട് വരും. ടി 20ാമത്തെ അക്ഷരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തത് വരുന്നത് 18ാമത്തെ അക്ഷരമായിരിക്കും. 2ന്റെ വ്യത്യാസമാണ്. 18ാമത്തെ അക്ഷരം 18ാമത്തെ അക്ഷരം എന്ന് പറയുന്നത് 6 ആയിരിക്കും. അപ്പോൾ IR എന്ന് കിട്ടി. നമുക്ക് ഐ ഉൾപ്പെടുന്ന IR കഴിഞ്ഞാൽ IRH ഉള്ളൂ. IWH പിന്നെയുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും IWH അല്ല. ഇനി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. BIRH ആണ് ശരിയായിട്ട് വരിക. ഏറ്റവും അവസാനത്തെ ചോദ്യം ഇതാണ്. 7.5 ഗുണിക്കണം ബ്രാക്കറ്റിൽ 22.36 പ്ലസ് 27.64 മൈനസ് ബ്രാക്കറ്റിൽ 36.57 പ്ലസ് 3.43 ഇതിൻ്റെ വില എത്ര എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം ബ്രാക്കറ്റിലെ ക്രിയ ഓരോന്ന് ചെയ്ത് നോക്കി എന്ത് കിട്ടും. 7.5 ഗുണിക്കണം ഈ 22.36 27.64 കൂട്ടിക്കഴിഞ്ഞാൽ 22.36 പ്ലസ് 27.64 കൂട്ടിയാൽ 4 6 10 ബാക്കി 1 6 7 3 10 ബാക്കി 1 7 8 2 10 2 4 5 50.00 കിട്ടും. അപ്പോൾ 50. അപ്പോൾ ഇവിടെ കിട്ടുന്നത് 50 ആണ്. 50 കുറക്കണം. ഈ ബ്രാക്കറ്റ് നോക്കി കഴിഞ്ഞാൽ 36.57നോട് 3.43 കൂട്ടാനുണ്ട്. കൂട്ടിയാൽ 3 7 10 ബാക്കി 1 1 4 5 10 0 ബാക്കി 1 1 3 4 6 10 ബാക്കി 1 3 4 40.00 എന്ന് പറഞ്ഞാൽ 40. അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ ബ്രാക്കറ്റിന്റെ വില 50 എന്നും രണ്ടാമത്തെ ബ്രാക്കറ്റ് വില 40 ആണ്. ഇവിടെ കുറക്കണമെന്ന് ചിഹ്നമാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ബ്രാക്കറ്റിലേക്ക് വീണ്ടും ചെയ്യണം. 7.5 ഗുണിക്കണം 50-ൽ നിന്ന് 40 കുറച്ചാൽ 10 കിട്ടും. അപ്പോൾ 7.5 ഗുണിക്കണം 10. നമുക്കറിയാം 7.5 ഗുണിക്കണം 10 എന്ന് പറഞ്ഞാൽ 75 ഗുണിക്കണം 10 750. പിന്നെ ഒരു ദശാംശം വരുമ്പോൾ 0.0 വരും. അപ്പോൾ 75.0 അതായത് 75. 7.5-നെ 10 കൊണ്ട് വിളിക്കുമ്പോൾ ഒരു സ്ഥാനം വലത്തോട്ടിട്ടാൽ മതി. അപ്പോൾ 75 കിട്ടും. അപ്പോൾ 75 ഉത്തരം ഇവിടെ സി ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി 75 ശരിയായിട്ട് വരുന്നത്. പൊതുവെ ഈ 4ാം ഘട്ട പരീക്ഷയിലെ ഗണിതമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെ വളരെ എളുപ്പം തന്നെയായിരുന്നു. എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും വിജയാശംസകൾ.